വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ ഔപെയറിന് വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഔപെയറിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് എനിക്ക് DM വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് ഔപെയറിനെ പറ്റി പേഴ്സണലായിട്ട് അറിയുന്ന കാര്യം, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുക്കെ, അതായത് ഔപെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ്. ഔപെയർ എന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും കൺസെപ്റ്റ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടു ജോലിക്ക് പോവുകയാണ് എന്നൊരു കൺസെപ്റ്റാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. എന്നാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ബേസിക്കലി ഔപെയറിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ കൂടെ നിന്നിട്ട്, അപ്പോൾ ആ ഫാമിലിയിലെ ചിൽഡ്രൻസ് കാണും, കുട്ടികളെ നോക്കാനായിരിക്കും കൂടുതൽ ആൾക്കാരും ഔപേഴ്സിനെ വെക്കുന്നതെന്ന് പറയുന്നത്. അന്നേരം ഇതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ആ ഫാമിലിയോട് നിൽക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമാതിരി ജർമ്മനിയിലെ കൾച്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫുഡ് എങ്ങനെയാണ്, അവരുടെ രീതികൾ എങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു ഫാമിലിയുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിലുപരി നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്ന് കരുതി നമ്മൾ വീട്ടിലെ ജോലി ചെയ്യരുത് എന്നല്ല, ചെയ്യാനില്ലെന്നുമല്ല. സോ ഔപെയറിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഇനി എല്ലാവരും ചോദിച്ചു തരുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ A1 പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പം A2 പഠിക്കുകയാണ്. അന്നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് A1 കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഔപെയറിന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഐഡിയ ആണോ? അതായത് B1ഉം B2ഉം കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് പഠിച്ചിട്ടില്ല. അന്നേരം A1 മാത്രമാണ് ക്വാളിഫിക്കേഷൻ, A1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ A1ൻ്റെ എക്സാം എഴുതിയിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അങ്ങനെ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വരാൻ പറ്റാഴികയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ ഔപെയറിൻ്റെ കോൺട്രാക്റ്റ് വരുന്നത് 1 ഇയർ ആണ്. ഈ 1 ഇയറിനുള്ളിലാണ് നിങ്ങളിപ്പം ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഡ്യൂറേഷൻ ഇത്ര 1 ഇയർ ആണ് വരുന്നത്. പക്ഷേ 1 ഇയർ ഉണ്ടല്ലോ, അത്രയും സമയം ഉണ്ടല്ലോ എന്ന് കരുതി നാട്ടിൽ നിന്ന് ചാടിപ്പടച്ച് ഇങ്ങോട്ട് വരരുത്. നാട്ടിലേക്കാളും ഞാനിപ്പോൾ കണ്ടറിഞ്ഞതിൽ വെച്ചും കേട്ടറിഞ്ഞതിൽ വെച്ചും എല്ലാവരും പറയുന്ന കാര്യമാണ്, നാട്ടിലേക്കാളും ടഫാണ് ഇവിടുത്തെ എക്സാം പാസ്സാവുന്നുള്ളത്. ഇവിടുത്തെ പാസിംഗ് റേറ്റ് ഭയങ്കര കുറവാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ ജർമ്മൻസ് ആയിരിക്കും നമ്മളെ ജർമ്മൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം A1 A2 കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ B2 കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ, ഞാൻ B2 കഴിഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ B1ൻ്റെ എക്സാം എഴുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ചില സമയത്ത് ചില പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ A1 A2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും A1 A2 കംപ്ലീറ്റ് ആക്കിയിട്ട് വരരുത്. മാക്സിമം നിങ്ങൾ B2 വരെ പഠിച്ചിട്ട് A1 A2 എക്സാം എഴുതിയിട്ട് വരുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് B2 വരെ പഠിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നെങ്കിലും പറയാം. അങ്ങനെ പറയാമെന്നല്ല, ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ B2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, ഈ ലെവൽ B2 ലെവൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നുവെച്ചാൽ എളുപ്പമാണെന്ന് ഞാൻ എന്നാലും പറയുന്നില്ല. ഇവിടുത്തെ എക്സാം എന്തായാലും കഷ്ടപ്പാടായിരിക്കും. നാട്ടിലേക്കായി പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ കുറേ പേര് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഒരുപാട് നാളും കൊണ്ട് എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ പാസ്സാവുന്നില്ല, അതും നാട്ടിലെ എക്സാം. എന്നിട്ട് നിങ്ങൾ ഈ 2 മൊഡ്യൂളോ 1 മൊഡ്യൂളൊക്കെ വെച്ച് ഇവിടെ വരുമ്പം ആലോചിക്കണം ഇവിടെ എത്രമാത്രം കഷ്ടപ്പാടായിരിക്കും എക്സാം പാസ്സാവാനെന്നുള്ളത്. എല്ലാവരുടെയും മനസ്സിലെന്ന് വെച്ചാൽ എന്തോ ആണെങ്കിലും സാരമില്ല, ഔപെയർ ആയിക്കോട്ടെ, FSC ആയിക്കോട്ടെ, താല്പര്യമില്ലാത്ത ഏത് കോഴ്സ് ആയിക്കോട്ടെ, എങ്ങനെയാലും ഇവിടെ ഒന്ന് കയറി പറ്റിയാൽ മതിയെന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള റിയാലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമാണ്. നാട്ടിലെ പോലെ നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരും സഹായിക്കാൻ കാണുമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലാംഗ്വേജ് അറിയാതെ A2 ലെവലും കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോലും നിങ്ങളുടെ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാവരും ജർമ്മൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ A1 A2 മാത്രം കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ B2 കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ, B2 അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ലൈക്ക് നിങ്ങൾ B1 B2 പഠിച്ച് കഴിഞ്ഞിട്ട് A1 A2 എക്സാമൊക്കെ എഴുതിയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മാക്സിമം B1ൻ്റെ എങ്കിലും ഫുൾ മൊഡ്യൂൾ എടുത്തിട്ട് വരിക, അതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് വരും. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഔപെയർ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഏത് കോഴ്സ് എടുത്തു വന്നാലും ഇപ്പോൾ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റുഡൻസും വരുന്നത്. വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വരുന്നത്. ഭയങ്കര റെയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമാണ്. എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേഴ്സിംഗ് ആയിക്കോട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഏത് ഫീൽഡ് എടുത്താലും ഇപ്പം ഇങ്ങോട്ട് കയറി വരുന്നതിന് അവർ പ്രോസസ്സിങ് ഫീസും എല്ലാം കൂടെ ആയിട്ട് എന്തായാലും നമ്മളൊരു 4-5 ലക്ഷത്തിനടുത്താകും, അതിൽ കൂടിയാലേ ഉള്ളൂ. അപ്പം പക്ഷേ ഔപെയറിന് വരുന്നത് അത്രയും റേറ്റ് വരുന്നില്ല. മിക്ക ജെന്യുവൻ ആയിട്ടുള്ള എല്ലാ ഏജൻസികളും ഔപെയറിന് ഫീസ് വരുന്നത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് വരുന്നത്, കൂടിപ്പോയാൽ 2.5 ലക്ഷം ഒക്കെയാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഔ പെയർ എടുത്ത് വരുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സോളം നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിന്നെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാൻ പറ്റും ലാംഗ്വേജ് ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട്. അന്നേരം നമുക്ക് പൈസ ഒന്നും ആവുന്നില്ല. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ ഫീയോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പുതിയൊരു ഹൗസ് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നിങ്ങൾക്ക് പൈസ ഒന്നും ആവുന്നില്ല. ഇപ്പം നിങ്ങൾ A1 A2 കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 1 ഇയറാണ് ടൈം ഉള്ളത് ലാംഗ്വേജ് പഠിച്ച് എക്സാം പാസ്സാവാനുള്ള ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ എന്താണ് സാരമില്ല, നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ടോളം പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് 1 ഇയറാണ് ടൈം ഉള്ളത്. ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഇവിടെ A1 A2 ഒക്കെ ഡ്യൂറേഷൻ വരുന്നത് 3-4 മാസമൊക്കെയാണ്. B2 വരെയുള്ള ഡ്യൂറേഷനൊക്കെ വരുന്നത്. ലൈക്ക് ഓരോ ലെവലും ഇത്ര 3-2 മാസമൊക്കെയാണ് ഡ്യൂറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 1 ഇയർ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് യാതൊരു ഇതും കാണത്തില്ല. ചിലപ്പോൾ 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയൊന്നും വരത്തില്ല. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കും നിങ്ങൾ വരുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കൈയും കാലും അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു കൺട്രിയാണ്. നമ്മുടെ ഇന്ത്യയെക്കാളും ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും ഒരു മെൻറ്റാലിറ്റി കാണത്തില്ല. ജർമ്മൻസൊക്കെ അങ്ങനെയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം. ഇവിടെ തന്നെ ഇവരുടെ പിള്ളേരെയൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിടുകയാണ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ 21-25 വയസ്സ് വരെ ഇങ്ങനെ ഊട്ടി ഉറക്കിയൊന്നും നടക്കത്തില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഓപ്പറിൻ്റെ ഹോസ്റ്റ് ഫാമിലി ഭയങ്കര മോശമായിട്ടുള്ളതാണ്, ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്, ഭയങ്കര ദേഷ്യമാണ്, ഒരുപാട് എക്സ്ട്രാ ജോലി ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടും കേട്ടിട്ടുണ്ട്, ഞാൻ നാട്ടിൽ നിന്നപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഇപ്പോൾ പേടിയാണ് ഓപ്പറിന് വരെ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫാമിലിയിൽ തന്നെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫാമിലിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വേറെ ഫാമിലിക്ക് ഔപ്പറിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്ത് ആ ഫാമിലി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടുത്തെ കോൺട്രാക്ട് മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ വിസ ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഓപ്പറിന് ഇവിടെ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് 280 യൂറോകളാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇവർക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് സെപ്പറേറ്റ് അതിൻ്റെ ഫീസും അവർ കൊടുക്കുന്നുണ്ട്. ലൈക്ക് 70-60 യൂറോയോളം അവർ കൊടുക്കുന്നുണ്ട്. അതും കൂടാതെ DBയുടെ ടിക്കറ്റ്, അതായത് നമുക്ക് മൊത്തം ജർമ്മനിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിലും ബസ്സിലൊക്കെ പോകാൻ പറ്റുന്ന ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയും പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം ഇവർ തന്നെയാണ് അടയ്ക്കുന്നത്. നമുക്ക് കിട്ടുന്ന 280 യൂറോ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ലൈക്ക് ആ ഫുൾ എമൗണ്ടിന് നമുക്ക് വേറെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല, ടാക്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ ഔപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ മിക്കതും പിള്ളേരെ നോക്കുന്ന പരിപാടിയായിരിക്കും ഉള്ളത്. അതായത് രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ അവരൊക്കെ കുളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പല്ല് ബ്രഷ് ചെയ്യിപ്പിക്കാനാണെങ്കിലും അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഡ്രസ്സ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഫുഡ് കാര്യങ്ങൾ അതൊക്കെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഫാമിലിയെ ഫുള്ള്, അതായത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് ചിലപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ജോലികൾ കാണും എന്നിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും കോൺട്രാക്റ്റിനകത്ത്. അതല്ലെങ്കിൽ അവർ നിങ്ങൾ ഫാമിലി വരുമ്പോഴായിരിക്കും പറയുന്നത് ഇങ്ങനെ കുറച്ചുകൂടെ ലൈക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളും അതിന് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാം. ഒരു വർഷത്തെ കാര്യമല്ല ഉള്ളൂ, അങ്ങനെ പറഞ്ഞ് നിൽക്കാം. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫാമിലി മാറണമെന്നുണ്ടെങ്കിൽ ഫാമിലി മാറാം. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഔപ്പയർ ഒരു നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം, ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യണം. അതായത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും A1 A2 കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങോട്ട് വരരുത്. അറ്റ്ലീസ്റ്റ് B1 എങ്കിലും ഫുൾ മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി വരിക, അല്ലെങ്കിൽ B2 വരെയെങ്കിലും പഠിച്ചിട്ട് വരിക. B2 വരെ പഠിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് A2 എക്സാം എഴുതിയിട്ട് വരിക. ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്ന കാര്യമാണ് B2 സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അതായത് B2 എക്സാം എഴുതാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേരിങ്ങനെ എഴുതുന്നുണ്ട്, നമുക്ക് സീറ്റ് കിട്ടുന്നില്ല എക്സാം എഴുതാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാര്യം. ഒരുപാട് താമസിക്കുന്നു, ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് നാളായി പക്ഷെ കയറി വരാൻ പറ്റുന്നില്ല, 1-2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഔപ്പയർ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബോയ്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട് ഔപ്പയർ ബോയ്സിന് പറ്റുമോ എന്ന്. ബോയ്സിന് പറ്റും, പക്ഷേ ഫാമിലീസ് കൂടുതലും ഗേൾസിനെയാണ് എടുക്കുന്നത്. സോ അത്രയേ ഉള്ളൂ എനിക്ക് ഔപ്പയറിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.